Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞാൽ ഇരുമുഖൻ മൂവി ബിഗ് ഐ എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബിഗ് ഐ എഫക്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇരുമുഖൻ മൂവിയിൽ, അതായത് നിങ്ങൾ ഇരുമുഖൻ മൂവി എല്ലാവരും കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു മൂവിയിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സീനൊക്കെ ആവുന്ന ടൈമിൽ, അതായത് ആ ഒരു സ്പ്രേ അടിക്കുന്ന ടൈമിലായിട്ട് ഒരു സ്പ്രേ അടിക്കുന്ന ആളുടെ കണ്ണ് വലുതാവും. അപ്പോൾ ഇതേ കണക്ക് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച്, നമ്മുടെ KineMaster ഉപയോഗിച്ച് ഈ ഒരു എഫക്റ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാമെന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വെച്ചത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യമേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വീഡിയോ എടുക്കുക, അതായത് നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ആരുടെ ഫേസ് ആണോ അപ്പോൾ അവരുടെ ഒരു ഫേസ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് �픽സൽസ്.com എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ KineMaster ഓപ്പൺ ചെയ്യുക. KineMaster ഓപ്പൺ ചെയ്ത് 16:9 എന്ന് പറഞ്ഞാൽ റൈറ്റ് സെലക്ട് ചെയ്ത് പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വന്നതിന് ശേഷം മീഡിയയിൽ പോവുക. മീഡിയയിൽ പോകാൻ ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ നിങ്ങൾ ഇതിലോട്ടൊന്നും പോയിട്ട്, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ നിങ്ങൾ ഇതിലോട്ടൊന്നും പോയിട്ടതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ലാത്ത പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അൺവാണ്ടഡ് പാർട്സൊക്കെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ലെയറിൽ പോവുക. ലെയറിൽ പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് എഫേർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ തരും. അപ്പോൾ എഫേർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം ഗെറ്റ് മോർ എടുത്ത് കിനെമാസ്റ്ററിൻ്റെ സ്റ്റോറി പോയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഫിഷ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വരിക. അപ്പോൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾ കിനെമാസ്റ്ററിൻ്റെ സ്റ്റോറി പോയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മുടെ വീഡിയോസിൽ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് അതിൻ്റെ ആ ഒരു എഫക്ട്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫിഷ് ഐ 1, ഫിഷ് ഐ 2, ഫിഷ് ഐ 3 എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എഫക്റ്റ് ആണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഷ് ഐയുടെ തന്നെ ഫിഷ് ഐ 2 ആണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഐ 2 തൊടുന്ന ടൈമിൽ തന്നെ അത് അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് ബാക്ക് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ സൈഡിലോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിരിക്കും. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ആ ഒരു എഫക്റ്റിൻ്റെ ഷേപ്സിൽ പോവുക. ആ ഒരു ഷേപ്സിൽ പോയതിന് ശേഷം ആ ഒരു ഷേപ്പ് നിങ്ങൾ സർക്കിളായി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് ഐ എഫക്റ്റിൻ്റെ ഷേപ്പ് നിങ്ങൾ സർക്കിളായി കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ആ കറക്റ്റ് ഐയുടെ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളതൊന്ന് കൊണ്ടുവയ്ക്കുക. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ആ ഒരു എഫക്റ്റ് ആ ഒരു വീഡിയോയുടെ കണ്ണിൻ്റെ ആ ഭാഗത്തേക്ക് നിങ്ങൾ കൊണ്ടുവയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സൈഡിലോട്ട് പോകുന്ന ടൈമിലുള്ള സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് നമ്മുടെ ആ ഒരു എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ട്രെങ്ത് കൂടും തോറും കണ്ണിൻ്റെ ആ ഒരു ബിഗ് ഐയുടെ എഫക്റ്റും കൂടും, അതായത് ആ ഒരു കണ്ണിൻ്റെ ആ ഒരു വലിപ്പവും കൂടും. അതേ കണക്ക് തന്നെ അത് കുറയും തോറും കണ്ണിൻ്റെ ആ ഒരു വലിപ്പവും കുറയും. അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വെക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു എഫക്റ്റിൽ തൊടുന്ന ടൈമിലായിട്ട് സൈഡിലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ടൈമിലായിട്ട് അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിലായിട്ട് അത് പിന്നെ ഒരു ലെയർ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു എഫക്റ്റ് നിങ്ങൾ മറ്റേ കണ്ണിലായിട്ട് കൊണ്ടുവയ്ക്കുക. അതായത് നിങ്ങൾ ആ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യാത്ത ആ ഒരു കണ്ണിലായിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഐക്ക് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എഫക്റ്റ് കണ്ണിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കണ്ണിനെ ട്രാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അനിമേഷൻ കീസിൽ പോയിട്ട്, അതായത് കീ ഫ്രെയിംസിൽ പോയതിനു ശേഷം അനിമേഷൻ കീസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു സുഖം കാണത്തില്ല നമുക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യുക ആ ഒരു കീ ഫ്രെയിംസും കൂടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പോയി കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതേ കണക്കിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ എഴുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ അതിൽ പോയിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കണക്കത്തെ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസൾട്ട്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസൾട്ട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ടൈമിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ അടിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് കാണാം. സോ അതുവരെ